ആഗോള ആഭ്യന്തര വിപണികളെ സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ എക്സ്പെക്ടേഷൻസും ഒപ്പം തന്നെ അനാലിസും ഒക്കെ നമ്മളോടൊപ്പം ഷെയർ ചെയ്യാനായിട്ട് എത്തുന്നത് ഇൻഹൗസ് എക്സ്പെർട്ട് പ്രദീപ് ചന്ദ്രശേഖരൻ സാറാണ്. സാർ, ഗുഡ് മോർണിംഗ്. മോർണിംഗ് അൻല, മോർണിംഗ് വ്യൂവേഴ്സ്. സർ, ഇന്നലെ US സൂചികളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ S&P 500 തുടർച്ചയായിട്ടുള്ളൊരു രണ്ടാമത്തെ ദിവസം ഒരു റെക്കോർഡ് ക്ലോസിംഗിലേക്കായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്. നാസ്ഡാക്കിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. ഡൗ ജോൺസിലേക്ക് എത്തുമ്പോഴേക്കും 0.4% ഒരു മുന്നേറ്റവുമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അമേരിക്കൻ സൂചികളിലെ സംബന്ധിച്ചുള്ള താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? അല്ല, നമ്മൾ ഡൗ ജോൺസ് ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും ഇന്നലെ വീണ്ടും ഒരു സൈഡ് വേസ് ട്രെൻഡ് ആയിരുന്നു കാണാൻ സാധിച്ചത്. ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ 44,800 തന്നെ ആയിരിക്കും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ സപ്പോർട്ടായിട്ട് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് 43,600. 44,800 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് വലിയൊരു മുന്നേറ്റം ഡൗ ജോൺസ് ഇൻഡെക്സിൽ പ്രതീക്ഷിക്കാം. ഇതിൽ എടുത്തു പറയാൻ ഒരു സ്റ്റോക്ക് സിറ്റി ബാങ്ക്. സിറ്റി ബാങ്കിന്റെ നിലവിലുള്ള ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. ആൻഡ് നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് സിറ്റി ബാങ്കിന്റെ കേസിൽ വീണ്ടും ഫോം ചെയ്തിട്ടുമുണ്ട്. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ 23,200 പോയിന്റ് എത്തിയപ്പോഴേക്കും നമുക്ക് നേരിയ പ്രോഫിറ്റ് ടേക്കിംഗ് കാണാനിടയായി. ഇതിൽ എടുത്തു പറയാനുള്ള ഒരു ടെക്നോളജി അല്ലെങ്കിൽ ഓട്ടോ സ്റ്റോക്ക് ടെസ്ലയുടെ കേസിൽ ഒത്തിരി ആഴ്ചകൾക്ക് ശേഷം നമുക്ക് നല്ലൊരു ലോ റിസ്ക് ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. ആൻഡ് ടെസ്ലയുടെ കേസിൽ എനിക്ക് ഒരു ബുള്ളിഷ് ബ്രേക്ക് ഔട്ട് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ കമ്മോഡിറ്റി മാർക്കറ്റിൽ കൂടെ എത്തുകയാണ്. കമ്മോഡിറ്റി മാർക്കറ്റിനെ സംബന്ധിച്ച് നോക്കുമ്പോഴേക്കും ഇന്നിപ്പോൾ പൊതുവേ ഒരു പോസിറ്റീവ് ടോൺ, പ്രത്യേകിച്ചും ക്രൂഡിലൊരു പോസിറ്റീവ് ടോൺ ആണ് കാണുന്നത്. WTI ക്രൂഡ് ആണെങ്കിലും ബ്രന്റ് ക്രൂഡ് ആണെങ്കിലും ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് ടോണിലാണ് നിലവിൽ ട്രേഡിംഗ് നടത്തി വരുന്നത്. WTI ക്രൂഡ് $65 എന്നൊരു നിലയിലേക്ക് എത്തിയപ്പോഴേക്കും ബ്രന്റ് ആണെങ്കിൽ $67.9 എന്ന നിലയിലേക്കാണ് ഉയർന്നിരിക്കുന്നത്. ക്രൂഡിലുള്ള താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? അല്ല, ക്രൂഡിന്റെ കേസിൽ ട്രെൻഡിൽ ഒരു മാറ്റവും കാണാൻ സാധിക്കുന്നില്ല. ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തന്നെ തുടരുന്നു. ക്രൂഡ് ഓയിൽ $68-69 മുകളിൽ ക്ലോസ് ചെയ്തില്ലെങ്കിൽ ഈ സൈഡ് വേസ് ട്രെൻഡ് തന്നെ തുടരും. അറ്റ് ദ സെയിം ടൈം നമ്മുടെ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ $65 സപ്പോർട്ട് ആയിരിക്കും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഇന്നത്തെ ട്രേഡിൽ ഈ രണ്ട് ലെവൽസിൽ ഏതെങ്കിലും ഒരു ലെവൽ ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ മാത്രമേ നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു പുതിയ ബൈയിങ് അവസരം ലഭിക്കത്തുള്ളൂ. കമ്മോഡിറ്റി മാർക്കറ്റിൽ തന്നെ ഗോൾഡിലേക്ക് എത്തുമ്പോഴേക്കും ഗോൾഡിനെ സംബന്ധിച്ച് ഇന്നിപ്പോൾ നിലവിലൊരു ഫ്ലാറ്റ് ടു ലോ ടോണിലാണ് ട്രേഡിംഗ് നടന്നു വരുന്നത്. ഓൾമോസ്റ്റ് ഒരു $8 ഒരു ഇടിവാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിലായിട്ട് ഒരു പോസിറ്റീവ് മൊമെൻറ്റം കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ആ ഒരു ലെവലിന് മുകളിലേക്ക് ഉയർന്നു. ഇന്നലത്തെ അപേക്ഷിച്ച് ആ ഒരു ലെവലിന് മുകളിലേക്ക് ഉയർന്നു എങ്കിൽ പോലും ആ ഒരു ഹൈ ലെവൽസിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആണ് ഗോൾഡിൽ കാണുന്നത്. ഗോൾഡിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? സ്വർണത്തിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. നമ്മൾ ഒത്തിരി ആഴ്ചകൾ ശ്രദ്ധിച്ചിരുന്ന മേജർ റെസിസ്റ്റൻസ് $3,380 ആയിരുന്നു. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തതോടെ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിരുന്നു. സ്വർണത്തിന്റെ കേസിൽ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാം. നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ ഇനിയുള്ളത് 3,470 മുതൽ 3,480 ഈ ഒരു റേഞ്ചിലായിരിക്കും റെസിസ്റ്റൻസ്. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യണം. നമ്മൾ വളരെ ഷോർട്ട് ടേമിന് വേണ്ടി ഒരു ലോങ് പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്രെയിലിംഗ് സ്റ്റോപ്പ് $3,380 മെയിൻറ്റെയിൻ ചെയ്യണം. അതിനോടൊപ്പം തന്നെ ആഭ്യന്തര വിപണിയിലേക്ക് എത്തുകയാണ്. ആഭ്യന്തര വിപണിയെ സംബന്ധിച്ചിട്ട് ഇന്നലെ 25,000 എന്നൊരു ലെവൽ ത്രൂ ഔട്ട് ദ ഡേ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് ഇൻഡെക്സിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. 25,035.55 എന്ന നിലയിലാണ് ഇന്നലെ ഒരു ഡേ ലോ ക്രിയേറ്റ് ചെയ്യുന്നത്. ഏകദേശം ക്ലോസ് ചെയ്തിരിക്കുന്നതും ആ ഒരു ലെവലിന് വളരെ അടുത്ത് നിന്നുകൊണ്ട് 25,060.9 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 27,100 എന്നൊരു ലെവലിന് മുകളിലേക്ക് ഉയർന്നു എങ്കിൽ പോലും ആ ഒരു ലെവൽ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് ഇൻഡെക്സിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. നിഫ്റ്റി 50ലുള്ള താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? അൺലൈക്ക് ഒത്തിരി ആഴ്ചകളായിട്ട് എൻ്റെ വ്യൂ ഓൺ ദ നിഫ്റ്റി 50 ബുള്ളിഷ് ആയിരുന്നു തുടർന്നുകൊണ്ടിരുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി കഴിഞ്ഞ ഒരാഴ്ചത്തെ ആ ഒരു ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും എനിക്ക് ഷോർട്ട് ടേമിൽ അല്പം വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 25,000 പോയിന്റ് ലെവൽ വാച്ച് ചെയ്യണം. ആ ഒരു ലെവലിന്റെ താഴെ നിഫ്റ്റി 50 ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറും. 25,000 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ നിന്നും ചുരുങ്ങിയത് 300 മുതൽ 500 പോയിന്റിന്റെ ഇടിവിന് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ഈ ഒരു ബെയറിഷ്നെസ് റിവേഴ്സ് ചെയ്യപ്പെടണമെങ്കിൽ അടുത്ത 3 ട്രേഡിംഗ് സെഷൻസിൽ നിഫ്റ്റി 50 25,200 പോയിന്റിന് മുകളിൽ ക്ലോസ് ചെയ്യണം.
നിഫ്റ്റി ബാങ്കിലേക്ക് എത്തുകയിൽ നിഫ്റ്റിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും ഒരു ഇടിവിൻ്റെ തോത് അല്പം കൂടി ഇൻറ്റൻസിഫൈഡ് ആണോ എന്ന് തന്നെ പറയാം. 57,286.15 എന്ന ലെവൽ തുടക്കത്തിൽ ഏർലി അവേഴ്സിൽ തന്നെ ഹൈ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചുവെങ്കിൽ പോലും അവിടെ നിന്നൊരു പ്രോഫിറ്റ് ടേക്കിംഗ് ആണ് കാണുന്നത്. ക്ലോസ് ചെയ്തിരിക്കുന്നത് 56,756 എന്നൊരു നിലയിലാണ്. ഏകദേശം ഒരു ഡേ ലോയ 56,692 എന്നൊരു ലെവലിന് വളരെ അടുത്ത് നിന്നുകൊണ്ടാണ് നിഫ്റ്റി ബാങ്കും ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ബാങ്കിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? നിഫ്റ്റി ബാങ്കിന്റെ കേസിൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷ് ആയി തുടരുന്നു. ബട്ട് നമ്മൾ കഴിഞ്ഞ 2 ആഴ്ചത്തെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് അതിന്റെ ഓൾ ടൈം ഹൈ ആയിട്ടുള്ള 57,600 പോയിന്റിന്റെ അടുത്ത് ഒത്തിരി പ്രോഫിറ്റ് ടേക്കിംഗ് നേരിട്ടുകൊണ്ടിരിക്കുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഇന്നലെ നമ്മൾ ബാങ്കിങ് സ്റ്റോക്സ് നോക്കുമ്പോഴേക്കും HDFC ബാങ്ക് ആകട്ടെ, ICICI ബാങ്ക് ആകട്ടെ, എല്ലാ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സിലും പ്രോഫിറ്റ് ടേക്കിംഗ് ആയിരുന്നു കാണാൻ സാധിച്ച. പുതിയ ബൈങ് ഇൻട്രസ്റ്റ് ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. അതിനോടൊപ്പം തന്നെ പല PSU സ്റ്റോക്സിലും എസ്പെഷ്യലി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, കാനറ ബാങ്കിലൊക്കെ നമുക്ക് പുതിയ സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ കൈവശം ഓൾറെഡി ബാങ്കിങ് സ്റ്റോക്സ് കൈവശം ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 56,200 പോയിന്റിന്റെ സപ്പോർട്ട് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ ശ്രദ്ധിച്ചിരിക്കണം. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറും. താങ്കളിപ്പോൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു കാനറ ബാങ്ക് അടക്കമല്ല PSU ബാങ്ക് സൂചികകളിലൊക്കെ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിച്ചു, സെല്ലിംഗ് പ്രഷർ കാണുന്നുണ്ടെന്ന്. ഇന്നലെ ഏറ്റവും അധികം സെല്ലിംഗ് പ്രഷർ നേരിട്ട സെക്ടേഴ്സിൽ ഒന്ന് PSU ബാങ്ക് തന്നെയാണ്. ഒരുപക്ഷെ PSU ബാങ്കിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും ജൂലൈ 14 മുതൽ 17 വരെ നേടിയ നേട്ടമെല്ലാം തന്നെ, അല്ലെങ്കിൽ 16 വരെ നേടിയ ആ ഒരു 3 ട്രേഡിംഗ് സെഷൻസിൽ നേടിയ നേട്ടമെല്ലാം തന്നെ കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിലായിട്ട് നിഫ്റ്റി PSU ബാങ്ക് സൂചിക കൈവിട്ടിരിക്കുകയാണ്. ഇന്നലെയും ഓൾമോസ്റ്റ് ഒരു 1.5% ഒരു ഇടിവിലാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. PSU ബാങ്ക് ഇൻഡെക്സിലുള്ള താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? PSU ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആയി തുടരുന്നുണ്ട്. ബട്ട് ഷോർട്ട് ടേമിൽ നമുക്ക് വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ അടുത്ത 3 ട്രേഡിംഗ് സെഷൻസിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് ഏരിയ 6,900 പോയിന്റ്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് നിഫ്റ്റി PSU ബാങ്ക് ഇൻഡെക്സിൽ ബെയറിഷായി മാറും. ഈ ഒരു നെഗറ്റിവിറ്റി അല്ലെങ്കിൽ ഈ ബെയറിഷ്നെസ് റിവേഴ്സ് ചെയ്യപ്പെടണമെങ്കിൽ 7,200 പോയിന്റിന്റെ റെസിസ്റ്റൻസ് PSU ബാങ്ക് ഇൻഡെക്സ് ബ്രേക്ക് ചെയ്യണം. സർ, അടുത്തതായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ക്വാർട്ടർലി നമ്പേഴ്സ് പബ്ലിഷ് ചെയ്ത ചില കമ്പനികളുടെ ഒരു എക്സ്പെക്ടേഷനിലേക്കാണ് എത്തുന്നത്. അതിൽ ആദ്യത്തേത് ഡിക്സൺ ടെക്നോളജി തന്നെയാണ്. ഡിക്സനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും വളരെ മികച്ച നമ്പേഴ്സ് പബ്ലിഷ് ചെയ്യാനായിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. അവരുടെ ഓപ്പറേഷൻ റവന്യൂ കഴിഞ്ഞ ഒരു ക്വാർട്ടറിൽ നിന്ന്, അതായത് ഇയർ ഓൺ ഇയർ ബേസ് പരിശോധിക്കുമ്പോഴേക്കും ഫസ്റ്റ് ക്വാർട്ടറിൽ 95% ഒരു വാർഷിക വളർച്ചയാണ് കൈവരിച്ചിരിക്കുന്നത്. 12,836 കോടി രൂപ എന്ന നിലയിലേക്കാണ് ഉയർന്നിരിക്കുന്നത്. മാത്രമല്ല അവരുടെ ഒരു മറ്റ് നമ്പേഴ്സൊക്കെ പാരാമീറ്റേഴ്സൊക്കെ പരിശോധിക്കുകയാണെങ്കിലും വളരെ ശക്തമായിട്ടൊരു മുന്നേറ്റം രേഖപ്പെടുത്താനായിട്ട് സാധിക്കുന്നുണ്ട്. ഡിക്സനെ സംബന്ധിച്ചുള്ള ഒരു ഓഹരികളിലേക്ക് എത്തുകയാണെങ്കിൽ ഇന്നലെ ഒരു 1% മുകളിൽ ഒരു നഷ്ടത്തിലേക്കായിരുന്നു ഓഹരികൾ ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഡിക്സൺ ടെക്നോളജിയിലുള്ള താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? ഡിക്സന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. ബട്ട് ജൂൺ മാസത്തിന് ശേഷം ഈ സ്റ്റോക്കിൽ നമുക്ക് വലിയൊരു മുന്നേറ്റമായിരുന്നു കാണാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ടേക്കിംഗ് കഴിഞ്ഞ 3-4 ട്രേഡിംഗ് സെഷൻസിൽ കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 15,600 പോയിന്റ് രൂപയിലായിരിക്കാം നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കണമെങ്കിൽ 16,420 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഒപ്പം തന്നെ ഡിക്സന്റെ തന്നെ കോമ്പറ്റീറ്റർ ആയിട്ടുള്ള കെയ്ൻസ് ടെക്നോളജിയുള്ള താങ്കളൊരു വ്യൂ കൂടി ചോദിക്കുകയാണ്. കെയ്ൻസിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ കെയ്ൻസും ഇന്നലെ ഒരു 2% ഇടിവിലായിരുന്നു ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ കുറച്ച് ട്രേഡിംഗ് സെഷൻസിലായിട്ട്, പ്രത്യേകിച്ച് ഒരു ജൂലൈ 10 ശേഷമുള്ള ഇങ്ങോട്ടേക്കൊരു സെഷൻസ് ഒക്കെ പരിശോധിക്കുമ്പോഴേക്കും നേരെ തോതിലുള്ള ഒരു സെല്ലിംഗ് പൊസിഷനാണ് കണ്ടുവരുന്നത്. കെയ്ൻസിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? കെയ്ൻസിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തുടരുന്നു. ഈ സ്റ്റോക്കിന്റെ മേജർ റെസിസ്റ്റൻസ് കാണുന്നത് 6,000 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ മാത്രം നമുക്ക് പുതിയൊരു ലോങ് പൊസിഷൻ എടുക്കാൻ ഒരു അവസരം ലഭിക്കും. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 5,580 രൂപയിലായിരിക്കണം നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അതിനോടൊപ്പം തന്നെ റിസൾട്ട് വന്ന കമ്പനികളോടൊപ്പം തന്നെ ഇന്നിപ്പോൾ റിസൾട്ട് വരുന്ന ഇൻഫോസിസിലേക്ക് കൂടി തങ്ങളുടെ ഒരു ശ്രദ്ധ കൊണ്ടുവരികയാണ്. ഇൻഫോസിനെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ഒരു ക്വാർട്ടറൊക്കെ പരിശോധിക്കുമ്പോഴേക്കും Tier 1 കമ്പനികളിൽ ഒരു ഭേദപ്പെട്ട റിസൾട്ട് പബ്ലിഷ് ചെയ്ത കമ്പനികളിലൊന്നായിരുന്നു ഇൻഫോസിസ് എന്ന് പറയുന്നത്. ഇത്തവണ ഇൻഫോസിനെ സംബന്ധിച്ചുള്ള താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻ എന്താണ്? ഒപ്പം തന്നെ ഓഹരികളിലേക്ക് എത്തിക്കുകയാണെങ്കിലും 0.5% മുകളിലൊരു ഇടിവിലേക്കാണ് നീങ്ങിയിരിക്കുന്നത്. ഇൻഫോസ് ഓഹരികളിലുള്ളൊരു വ്യൂ കൂടി പങ്കുവയ്ക്കാമോ?
അല്ല, എനിക്ക് തോന്നുന്നില്ല ഇൻഫോസിസിൽ നിന്ന് നമുക്ക് വളരെ എക്സൈറ്റിംഗ് ആയിട്ട് ഒരു റിസൾട്ട് ലഭിക്കുമെന്ന്. അങ്ങനെ ഒരു എക്സൈറ്റിംഗ് റിസൾട്ട് ലഭിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും IT സെഗ്മെന്റിലുള്ള സെന്റിമെന്റിനെ പോസിറ്റീവായിട്ട് ബാധിക്കും. ബട്ട് ജനറൽ എക്സ്പെക്ടേഷൻ എനിക്ക് തോന്നുന്നില്ല ആരും എക്സ്ട്രാordinarily നല്ലൊരു റിസൾട്ട് ഇൻഫോസിസിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ടെന്ന്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ 1540 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അറ്റ് ദ സെയിം ടൈം നമുക്ക് പുതിയൊരു ട്രിഗർ ലഭിക്കണമെങ്കിൽ 1645 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. 1645 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറും. സർ, ഒപ്പം തന്നെ മറ്റൊരു ഓഹരി എന്ന് പറയുന്നത് ഗെയിലുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ്. ഗെയിലിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത് വളരെ ഫ്ലാറ്റ് ആയ ഒരു ടോണിലാണ്. കഴിഞ്ഞ ഒരു 6ഓളം ട്രേഡിംഗ് സെഷൻസിലായിട്ട് വളരെ ഒരു സൈഡ് വേസ് മൂവ്മെൻ്റ് ആയിട്ടാണ് കാണുന്നത്. ഗെയിൻസിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഗെയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അല്ല പറഞ്ഞത് വളരെ ശരിയാ. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിന് ശേഷം നമുക്ക് ഗെയിലിന്റെ കേസിൽ ഒരു സൈഡ് വേസ് പാറ്റേൺ കാണാൻ സാധിക്കുന്നത്. ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 178 രൂപയിൽ നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. പുതിയൊരു ബൈ ട്രിഗർ നമുക്ക് ലഭിക്കണമെങ്കിൽ ഈ സ്റ്റോക്ക് 191 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റും ചെയ്യണം. സർ, അപ്പം തന്നെ ABB ഇന്ത്യയിലുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടി ചോദിക്കുകയാണ്. ABB ഇന്ത്യയെ സംബന്ധിച്ചിട്ട് ഓഹരികൾ ഇന്നലെ ഏകദേശം ഒരു 1.5% അടുത്തൊരു ഇടിവിലായിരുന്നു ക്ലോസിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ABB ഇന്ത്യയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ABB ഇന്ത്യയുടെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 5400 രൂപയിലായിരിക്കാം നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ സ്റ്റോക്കിൽ നമുക്കൊരു ബൈ ട്രിഗർ ലഭിക്കണമെങ്കിൽ 6000 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. സർ, അപ്പം തന്നെ ഇറ്റേണലുള്ളൊരു വ്യൂ കൂടി ചോദിക്കുകയാണ്. ഇറ്റേണലിനെ സംബന്ധിച്ച് ഇന്നലെ വളരെ ഒരു മാസീവായിട്ടൊരു റാലി ആയിരുന്നു ഇറ്റേണലിൻ്റെ ഓഹരികൾ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. വളരെ ശക്തമായിട്ട് ഇൻട്രാഡേയിൽ ഏകദേശം ഒരു 15% അവർ ഉയരുകയും ഒരു ഓൾ ടൈം ഹൈ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യാം. 311.25 ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇറ്റേണലിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഇറ്റാലിയുടെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് നിലനിർത്താൻ സാധിക്കും. ബട്ട് കറന്റ് ലെവൽസിലെ പുതിയ ലോങ് പൊസിഷൻസ് അഡ്വൈസ് ചെയ്യുന്നില്ല. ഇതിലൊരു കറക്ഷൻ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് 280 മുതൽ 290 സപ്പോർട്ട് ബേസ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. ആ ഒരു റേഞ്ചിലെ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കൺസിഡർ ചെയ്യാം. നമ്മൾ അടുത്ത 2-3 ട്രേഡിംഗ് സെഷൻസിൽ നമ്മൾ ഈ ഒരു സ്റ്റോക്കിൽ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. അത് എന്തെന്നാൽ ഇന്നലെ നമുക്ക് ഈ സ്റ്റോക്കിൽ വലിയൊരു ഗ്യാപ്പ് അപ്പ് ആയിരുന്നു കാണാൻ സാധിച്ചത്. സാധാരണ നമ്മൾ ഈ ഗ്യാപ്പ് അപ്പിന് ശേഷം സ്റ്റോക്ക് ഒരു പുതിയ ഓൾ ടൈം ഹൈ ലെവൽ എത്തുമ്പോഴേക്കും നമ്മൾ പ്രോഫിറ്റ് ടേക്കിംഗ് കാണാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എസ്പെഷ്യലി ഷോർട്ട് ടേം ട്രേഡിങ്ങിന് വേണ്ടി ഒരു പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വളരെ സൂക്ഷിച്ചു വേണം അത് ഹാൻഡിൽ ചെയ്യാൻ. അതിനോടൊപ്പം തന്നെ മറ്റൊരു ഓഹരി എന്ന് പറയുന്നത് റിലയൻസ് ആണ്. റിലയൻസിനെ സംബന്ധിച്ച് കഴിഞ്ഞൊരു വീക്കിൽ കമ്പനിയുടെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒരു നല്ല മികച്ച റിസൾട്ടായിരുന്നു പബ്ലിഷ് ചെയ്യുന്നത്. പക്ഷേ ഒരു കോർ ഇൻഡസ്ട്രീസിൽ കാര്യമായിട്ടൊരു പ്രകടനം നടത്താത്തതിനെ തുടർന്ന് ഈ ഒരു റിസൾട്ട് വന്നതിന് ശേഷം ഇങ്ങോട്ടേക്ക് വളരെ ശക്തമായിട്ടൊരു സെൽ ഓഫ് ആണ് കാണുന്നത്. ഇന്നലെയും 1% മുകളിലൊരു നഷ്ടത്തിലേക്കാണ് ഓഹരി എത്തിയിട്ടുണ്ടായിരുന്നത്. റിലയൻസ് ഇൻഡസ്ട്രീസിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? റിലയൻസ് ഇൻഡസ്ട്രിയുടെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി തുടരുന്നു. ബട്ട് ഷോർട്ട് ടേമിൽ നമുക്ക് വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സ്റ്റോക്കിന് വളരെ സ്ട്രോങ് ആയിട്ട് ഒരു സപ്പോർട്ട് 1390 രൂപയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ അടുത്ത 2-3 ട്രേഡിംഗ് സെഷൻസിൽ ഈ ഒരു ലെവലായിരിക്കാം ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ഈ ഒരു ലെവല് നിലനിർത്താൻ സാധിച്ചാൽ നമുക്ക് ലോ റിസ്കിൽ വീണ്ടും ഒരു ബൈയിങ് അവസരം സ്റ്റോക്കിൽ ലഭിക്കും. ഇന്നത്തെ ട്രേഡിൽ നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഈ സ്റ്റോക്കിൽ ഒരു ബൈയിങ് അവസരം കാണാൻ സാധിക്കുന്നില്ല. ഒപ്പം തന്നെ ഈ ഒരു ഓയിൽ ആൻഡ് ഗ്യാസ് സെഗ്മെൻറ്റ് ഉൾപ്പെടെയുള്ള IOCയുമായി അഥവാ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ് ചോദിക്കുന്നത്. ഈ IOCയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും ബെഞ്ച് മാർക്ക് ഇൻഡെക്സും ഒപ്പം തന്നെ ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികയും ഇടിവിലേക്ക് നീങ്ങിയപ്പോൾ പോലും കഴിഞ്ഞ 2 ട്രേഡിംഗ് സെഷൻസിലായിട്ട് ഏകദേശം ഒരു 1% മുകളിലൊരു നേട്ടം നൽകിയ ഒരു ഓഹരിയായിട്ടാണ് IOC മാറിയിരിക്കുന്നത്. ഇന്നലെയും 0.5% ഒരു നേട്ടം നൽകിയിട്ടുണ്ട്. IOC ഓഹരികളെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? IOCയുടെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ആൻഡ് നമ്മൾ പ്യോർ ട്രേഡിംഗ് സ്പെക്കുലേഷന് വേണ്ടി ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കറന്റ് ലെവൽസിൽ നമുക്കൊരു പൊസിഷൻ കൺസിഡർ ചെയ്യാം. അങ്ങനെ ഒരു പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 146 രൂപയിലായിരിക്കാം നമ്മൾ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ഇമീഡിയറ്റ് റെസിസ്റ്റൻസ് 156-ലായിരിക്കും. 156-ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നമുക്ക് ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കും.
സർ, ഒപ്പം തന്നെ കഫേ കോഫിയുടെ താങ്കളുടെ ഒരു വ്യൂ കൂടിയാണ് ചോദിക്കുന്നത്. കഫേ കോഫിയെ സംബന്ധിച്ചുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? കഫേ കോഫിയുടെ കേസിൽ നമുക്ക് കാര്യമായിട്ടൊരു ട്രേഡിംഗ് ലിക്വിഡിറ്റി കാണാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്കിന്റെ കേസിൽ ഒത്തിരി ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് ഈ കമ്പനി നേരിടുന്നുണ്ട്. എങ്കിലും നമുക്ക് മെയ് മാസത്തിന് ശേഷം ഈ സ്റ്റോക്കിൽ ഗ്രാജുവലായിട്ട് ഒത്തിരി സ്പെക്കുലേറ്റീവ് ബൈയിങ് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ വളരെ ഹൈ റിസ്ക് ഒരു ട്രേഡിംഗ് ആയിരിക്കും. നമ്മൾ ആ കമ്പനിയുടെ ആ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം കറന്റ് ലെവൽസിൽ ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. ബട്ട് പേഴ്സണലി ഞാൻ ഇത്തരം സ്റ്റോക്സിൽ പൊസിഷൻ അഡ്വൈസ് ചെയ്യത്തില്ല. ചിലപ്പം തന്നെ കോൾ ഇന്ത്യയിൽ കൂടി എത്തുകയാണ്. കോൾ ഇന്ത്യയെ സംബന്ധിച്ചുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? ഇന്നലെ ഓഹരി 0.5% മുകളിലൊരു നേട്ടത്തിലേക്കായിരുന്നു ഉയർന്നിട്ടുണ്ടായിരുന്നത്. കോൾ ഇന്ത്യ ഓഹരികളുള്ളൊരു വ്യൂ എന്താണ്? കോൾ ഇന്ത്യയുടെ കേസിൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. നല്ലൊരു ലോ റിസ്ക് ബുള്ളിഷ് സെറ്റപ്പ് ഈ സ്റ്റോക്കിൽ ഫോം ചെയ്ത് വരുന്നുണ്ട്. നമ്മൾ ഈ ആഴ്ച നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവല് 394 രൂപ. ആ റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ വലിയൊരു അപ്വേർഡ് മൂവ്മെന്റ് നമുക്ക് കാണാൻ സാധിക്കും. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 380 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സർ, അപ്പം തന്നെ വിവിധ ഷിപ്പ് ബിൽഡിംഗ് ഓഹരികളിൽ താങ്കളുടെ ഒരു വ്യൂ കൂടി പങ്കുവയ്ക്കാമോ? ഷിപ്പ് ബിൽഡിംഗ് സ്റ്റോക്സിൽ അൺഫോർച്ചുനേറ്റ്ലി ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി തന്നെ തുടരുന്നു. ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സിന്റെ കേസിൽ നമുക്ക് ഇന്നലെ നേരിയ നേട്ടം കിട്ടിയെങ്കിൽ അത് പുതിയ ബൈയിങ് ഇൻട്രസ്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇറ്റ് വാസ് ഓൺലി ഷോർട്ട് കവറിംഗ്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 2550 രൂപയിലായിരിക്കാം നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ സ്റ്റോക്കിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കുന്നത് 2750 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കേസിൽ ഇന്നലെ തുടക്കത്തിൽ നമുക്ക് നേരിയ ഷോർട്ട് കവറിംഗ് കാണാൻ സാധിച്ചെങ്കിലും ക്ലോസിംഗ് സമയം ആകുമ്പോഴേക്കും വീണ്ടും ഈ സ്റ്റോക്കിലെ സെല്ലിംഗ് പ്രഷർ തുടർന്നു. നമ്മൾ ഈ സ്റ്റോക്കിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് ഏരിയ 1755 രൂപ. ആ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് പുതിയൊരു ബൈയിങ് അവസരം ഈ സ്റ്റോക്കിൽ ലഭിക്കത്തുള്ളൂ. കൈവശം സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ആ ലെവലിലായിരിക്കും നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. മാസഗോൺ ഡോക്കിന്റെ കേസിലും നമുക്ക് ഇന്നലെ വീണ്ടും പുതിയ സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിച്ചു. ഈ സ്റ്റോക്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് ഏരിയ 2775. ആ ഒരു സപ്പോർട്ട് നിലനിർത്തുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പുതിയ ലോ റിസ്ക് ബൈയിങ് അവസരം ഈ സ്റ്റോക്കിൽ ലഭിക്കത്തുള്ളൂ. സർ, അപ്പം തന്നെ അമരരാജ എനർജിയിലുള്ളൊരു വ്യൂ കൂടി പങ്കുവയ്ക്കാമോ? അമരരാജയുടെ കേസിൽ ഇറ്റ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ആൻഡ് ഈ ഒരു സ്റ്റോക്കിൽ കഴിഞ്ഞ 3-4 ട്രേഡിംഗ് സെഷൻസിൽ ഒത്തിരി ആഴ്ചകൾക്ക് ശേഷം നമുക്കൊരു പുതിയ ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. നിലവിലുള്ള ലോങ് ടേം ട്രെൻഡ് ബെയറിഷ് ആണെങ്കിലും ഷോർട്ട് ടേമിൽ അല്പം ബുള്ളിഷ്നെസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മളൊരു വാല്യൂ സ്റ്റോക്കായിട്ട് ഈ സ്റ്റോക്കിൽ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 1025 രൂപയുടെ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കണം. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് കാണുന്ന റെസിസ്റ്റൻസ് 1080. 1080ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ലോങ് ടേം ട്രെൻഡും ബുള്ളിഷായി മാറും. ഒരു സ്മോൾ ഫിനാൻസ് ബാങ്കിലേക്കാണ് എത്തുന്നത്. ജന സ്മോൾ ഫിനാൻസ് ബാങ്ക് ഓഹരിയുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഇന്നലെ 1.25% മുകളിൽ ഒരു നഷ്ടത്തിലായിരുന്നു ഒരു ഓഹരി ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ജന സ്മോൾ ഫിനാൻസ് ബാങ്കിനെ സംബന്ധിച്ചുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ജന സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വൈസ് ആയി തുടരുന്നു. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിന് ശേഷം ഈ സ്റ്റോക്ക് 465, 540 ഈ ഒരു റേഞ്ചിലാണ് പെട്ടുപോയിരിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു ലെവല് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ മാത്രമേ നമുക്കൊരു പുതിയ ബൈയിങ് ട്രിഗർ ലഭിക്കാൻ പോകുന്നുള്ളൂ. ഒപ്പം തന്നെ ഇപ്പോൾ അംബുജ സിമെൻസിലുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടി പങ്കുവയ്ക്കാമോ? പല കമ്പനികളുടെയായിട്ട് റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പൊതുവെ സിമെൻറ്റ് സെക്ടറിൽ നല്ല റിസൾട്ടാണ് ഇപ്പോൾ ഇതുവരെ വന്നിരിക്കുന്ന ഓഹരികളിലൊക്കെ കമ്പനികളിലൊക്കെ കാണാൻ സാധിച്ചിരിക്കുന്നത്. അംബുജ സിമെൻസിനെ സംബന്ധിച്ചുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അംബുജയുടെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് വളരെ ബുള്ളിഷായി തുടരുന്നു. ഇൻഫാക്ട് കഴിഞ്ഞ ഒരു 4-5 ട്രേഡിംഗ് സെഷൻസിലെ പാറ്റേൺ നോക്കുമ്പോഴേക്കും ശക്തമായിട്ട് ബൈയിങ് ഇൻട്രസ്റ്റ് തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നു. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. ബട്ട് കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ടാർഗറ്റ് ലെവൽസ് ആദ്യത്തെ 635, 650, 670. ഇന്നലെ അംബുജ സിമെന്റിനോടൊപ്പം തന്നെ നമുക്ക് ഇന്ത്യ സിമെന്റിലും ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചു. ലോ റിസ്ക് ആയിട്ട് ബൈയിങ് സെറ്റപ്പ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒന്ന് വന്നിട്ട് ആന്ധ്ര സിമെന്റ്, രണ്ടാമത്തെ വന്നിട്ട് അംബുജ സിമെന്റ് ഇസ് ബിലോങ്ങിങ് ടു അഡാനി ഗ്രൂപ്പ്. അഡാനി ഗ്രൂപ്പിന്റെ മറ്റൊരു സിമെന്റ് കമ്പനി ACC.
ACCയുടെ കേസിൽ നമുക്ക് 2000 രൂപ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ബുള്ളിഷ് ട്രിഗർ ലഭിക്കും. സോ ഈ ഒരു സ്റ്റോക്ക് ആയിരിക്കും അടുത്ത 3 ട്രേഡിംഗ് സെഷൻസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ഇന്നലെ മികച്ച മുന്നേറ്റം നടത്തിയ ഒരു ഓഹരിയായിരുന്നു ഏഞ്ചൽ വണ്ണിൻ്റേത്. ഏഞ്ചൽ വണ്ണിനെ സംബന്ധിച്ചിട്ട് ഇന്നലെ ഏകദേശം 3.5% മുകളിലുള്ള ഒരു മുന്നേറ്റം നടത്താനായിട്ട് ഏഞ്ചൽ വൺ ഓഹരികൾക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഏഞ്ചൽ വണ്ണിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അല്ല, ഏഞ്ചൽ വണ്ണിന്റെ കേസിൽ നമുക്ക് ജൂൺ മാസത്തിന് ശേഷം വലിയൊരു സെല്ലിംഗ് പ്രഷർ ആയിരുന്നു കാണാൻ സാധിച്ചത്. അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിയിരുന്നു. കഴിഞ്ഞ 2-3 ട്രേഡിംഗ് സെഷൻസിൽ വന്നിരിക്കുന്ന ആ ഒരു റിക്കവറിയെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയി മാറിയിട്ടുണ്ട്. ബട്ട് ഈ സ്റ്റോക്കിന് 2930 രൂപയിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ മാത്രമേ നമുക്ക് ഷോർട്ട് ടേം ട്രെൻഡ് വീണ്ടും ബുള്ളിഷ് ആയെന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കത്തുള്ളൂ. അടുത്തതായിട്ട് കെമിക്കൽ സെക്ടറിലുള്ള ചില ഓഹരികളെ സംബന്ധിച്ചുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. അതിൽ ആദ്യത്തേത് ചെന്നൈ പെട്രോ കെമിക്കൽസിലുള്ള ഒരു വ്യൂ ആണ്. ചെന്നൈ പെട്രോളിയം കോർപ്പറേഷനിലുള്ള ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. അതിൽ ഇന്നലെ പരിശോധിക്കുമ്പോഴേക്കും ഏകദേശം 0.96% ഒരു മുന്നേറ്റം നടത്താനായിട്ട് ഈ ഓഹരിക്ക് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് ട്രേഡിംഗ് സെഷനിലായിട്ട് വളരെ ശക്തമായിട്ടൊരു അപ്സൈഡ് മൊമെൻറ്റമാണ് ഓഹരിയിൽ കാണുന്നത്. ചെന്നൈ പെട്രോളത്തിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ചെന്നൈ പെട്രോളിയത്തിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ഈ സ്റ്റോക്കിന്റെ വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ട് ഒരു ബോട്ടം നമുക്ക് 440 മാർച്ച് മാസത്തിലായിരുന്നു കിട്ടിയത്. അവിടെ നിന്നും സ്റ്റോക്ക് ഓൾമോസ്റ്റ് നമുക്കൊരു 100% നേട്ടം കഴിഞ്ഞ 4 മാസത്തിനിടയിൽ നൽകിയിരിക്കുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ഇത് ഫേസ് ചെയ്യാൻ പോകുന്ന അടുത്ത മേജർ റെസിസ്റ്റൻസ് 880, 960, അതിനുശേഷം 1020. അങ്ങനെ ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 700 രൂപയിലായിരിക്കും നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ ഒരു കെമിക്കൽ സെഗ്മെന്റിലുള്ള മനാലി പെട്രോ കെമിക്കൽസുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ് ചോദിക്കുന്നത്. മനാലിയെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ജൂലൈ 18-ാം തീയതിയിലേക്ക് നോക്കുമ്പോഴേക്കും 15% വളരെ ശക്തമായിട്ടൊരു റാലി ഈ ഒരു ഓഹരിയിൽ കാണാൻ സാധിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് നഷ്ടത്തിലൊരു പ്രോഫിറ്റ് ടേക്കിംഗ് ആണ് കാണുന്നത്. ഇന്നലെയും 1.5% മുകളിലൊരു നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. മനാലി പെട്രോ കെമിക്കൽസ് ലിമിറ്റുള്ള ഒരു വ്യൂ എന്താണ്? മണാലിയുടെ കേസിൽ ആദ്യം തന്നെ നമ്മൾ ഓർക്കേണ്ടത് ദിസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ആൻഡ് ഈ സ്റ്റോക്കിൽ കഴിഞ്ഞ മെയ് മാസത്തിന് ശേഷം ശക്തമായിട്ടൊരു റിക്കവറി കാണാൻ സാധിക്കുന്നത്. മോസ്റ്റ്ലി എനിക്ക് തോന്നുന്നത് ഒരു സ്പെക്കുലേറ്റീവ് ബൈങ് ആയിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നത്. ബട്ട് നമ്മുടെ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. ഈ സ്റ്റോക്കിൽ നമ്മൾ ഷോർട്ട് ടേം ട്രേഡിങ്ങിന് വേണ്ടി ഒരു പുതിയ ട്രേഡിംഗ് അവസരം നോക്കുകയാണെങ്കിൽ നമ്മൾ 79 രൂപയുടെ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് കാണുന്ന റെസിസ്റ്റൻസ് 83, 86, 90, 93. സർ, അതിനോടൊപ്പം തന്നെ പാരാദീപ് ഫോസ്ഫേറ്റ്സിലൊരു വ്യൂ കൂടി പങ്കുവയ്ക്കാമോ? ഓഹരി ഇന്നലെ 2.5% മുകളിലൊരു മുന്നേറ്റം നടത്തിയിട്ടുണ്ടായിരുന്നു. പാരാദീപ് ഫോസ്ഫേറ്റിന്റെ കേസിൽ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ഇൻഫാക്ട് ഈ ഒരു സ്റ്റോക്ക് നമുക്ക് മാർച്ച് മാസത്തിന് ശേഷം വലിയൊരു നേട്ടമാണ് നൽകിയിരിക്കുന്നത്. അണ്ടർടോൺ വളരെ ബുള്ളിഷായി തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. ബട്ട് കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. ദിസ് ഇസ് എ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കമ്പനി. ആൻഡ് ഈ ഫെർട്ടിലൈസേഴ്സ് സെഗ്മെന്റിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗവൺമെന്റ് സ്റ്റോക്ക് FACT, കേരള ബേസ്ഡ്. ആൻഡ് FACTയുടെ കേസിൽ 980 രൂപയുടെ റെസിസ്റ്റൻസ് അതിന് ശ്രദ്ധിച്ചിരിക്കുന്നത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറും. താങ്ക് യു സോ മച്ച് പ്രദീപ് സാർ, ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന്. താങ്ക് യു അല്ല. ഏതായാലും നമ്മുടെ ഇന്നത്തെ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ളൊരു സമയമായിരിക്കുകയാണ്. പ്രേക്ഷകരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇവിടെ നൽകിയിരിക്കുന്ന ഇൻഫർമേഷൻസ് ഒന്നും തന്നെ ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷനോ ഒരു സോളിസിറ്റേഷനോ ഒന്നും തന്നെയല്ല. നിങ്ങൾ നിക്ഷേപം നടത്തുന്നതിന് മുമ്പ് കൃത്യമായ പഠനങ്ങൾക്ക് ശേഷവും ഒരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ആൻഡ് അഡ്വൈസറിന് ശേഷവും മാത്രം നടത്തുക. ഏതായാലും അല്പസമയത്തിനകം മാർക്കറ്റിൻ്റെ കൂടുതൽ പ്രീ മാർക്കറ്റ് അപ്ഡേറ്റ്സും ഒപ്പം തന്നെ ഓപ്പണിംഗ് ഡീറ്റെയിൽസും ഒക്കെ ആയിട്ട് മാർക്കറ്റ് സ്ക്രീനിൽ കാണാം. സ്റ്റേ ട്യൂൺഡ്.